പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞ് ഗായിക അഞ്ജു ജോസഫും ആദിത്യ പരമേശ്വരും. അഞ്ജുവും ആദിത്യയും തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയാം. രണ്ടുപേരുടെയും ഫാമിലീസ് തമ്മിൽ നേരത്തെ അറിയാമായിരുന്നു. അഞ്ജുവിനെ ആദിത്യയുടെ കുടുംബത്തിന് പണ്ടേ ഇഷ്ടമാണ്. ആലപ്പുഴയാണ് ആദിത്യയുടെ നാട്. കോവിഡ് കഴിഞ്ഞ സമയത്ത് ബാങ്ക് ജീവനക്കാരായ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറായി അവിടെ സെറ്റിലായപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതിനാൽ ആദിത്യയും തിരുവനന്തപുരത്തെത്തി. ആ സമയം അഞ്ജു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സോങ്സ് ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആദിത്യൻ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ തുടങ്ങി. ആ ഇടയ്ക്ക് വർക്കലയിൽ ഒരു ന്യൂ ഇയർ ഇവൻറ്റിന് അഞ്ജു വന്നു. ആദിത്യനും 2 സുഹൃത്തുക്കളോടൊപ്പം ആ ഇവൻറ്റിന് പോയി. അഞ്ജുവും 2 സുഹൃത്തുക്കളെ കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന് നടി ഐശ്വര്യലക്ഷ്മിയായിരുന്നു. ഐശ്വര്യയായിരുന്നു ഇവരുടെ പ്രണയത്തിലെ ഹംസം. രണ്ടാമത്തെ ഹംസം ആദിത്യയുടെ പഴയ സ്കൂൾ ഫ്രണ്ട് ആഷിഖാണ്. ആഷിഖും ഐശ്വര്യലക്ഷ്മിയും ഈ ബന്ധം വിവാഹത്തിലെത്താൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളായിരുന്നത് കൊണ്ട് തന്നെ പ്രണയം തുടങ്ങിക്കഴിഞ്ഞ് അഥവാ ബ്രേക്കപ്പ് ആയാൽ ആ സൗഹൃദം നഷ്ടമാവുമല്ലോ എന്ന പേടിയുണ്ടായിരുന്നു എന്ന് അഞ്ജു പറയുന്നു. പിന്നെ ആദ്യ വിവാഹത്തിൻ്റെ ചില പേടികളും മനസ്സിലുണ്ട്. ആദിത്യയുടേത് ആദ്യ വിവാഹമാണ്. തനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ സിംഗിളായി തന്നെ മുന്നോട്ട് പോകും എന്ന തീരുമാനത്തിലായിരുന്നു ആദിത്യൻ. ആദ്യം പ്രപ്പോസ് ചെയ്തത് ആദിത്യൻ തന്നെയാണ്. ആദ്യമേ വിവാഹം തന്നെയായിരുന്നു ആദിത്യയുടെ മനസ്സിൽ. എന്നാൽ അഞ്ജുവിന് പല ടെൻഷനും ഉണ്ടായിരുന്നു. ചെറിയ ഫ്രണ്ട് സർക്കിളുള്ള പേഴ്സണൽ കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പേടിയുണ്ടായിരുന്നു. രണ്ടുപേരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സമ്മതത്തോടെ വേണം വിവാഹം എന്നുണ്ടായിരുന്നു. സമയമെടുത്ത് എല്ലാവരെയും കൺവിൻസ് ചെയ്തു. അതിനായി കുറച്ചു ബുദ്ധിമുട്ടി. അതൊക്കെ ഓർമ്മ വന്നതുകൊണ്ടും അഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടുമാണ് വിവാഹ ദിനത്തിൽ പാട്ട് പാടിയപ്പോൾ കരഞ്ഞു പോയതെന്ന് ആദിത്യ പറഞ്ഞു. പലരും മെസ്സേജ് അയച്ചു. ഒരിക്കൽ ഡിവോഴ്സ് ആയവർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടായവർക്കും ഈ വിവാഹം ഒരു പ്രതീക്ഷ നൽകുന്നുവെന്ന്. അത് വായിച്ചപ്പോൾ സന്തോഷം തോന്നിയെന്ന് അഞ്ജു പറഞ്ഞു. ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ പാടിയാണ് അഞ്ജു സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറിയത്. അർച്ചന 31 നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും ഒരു കൈ നോക്കിയ അഞ്ജുവിൻ്റെ കവർ സോങ്ങുകൾക്ക് വലിയ ആരാധകരുണ്ട്.